ഈ ലോജിസ്റ്റിക്സ് എന്നുള്ളൊരു കോഴ്സ് ചെയ്യാൻ എന്താണ് കാരണം? ലോജിസ്റ്റിക്സ് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഡേ ടു ഡേ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. സോ അവിടെ ഒരുപാട് ജോലി സാധ്യതയുണ്ട്, അതുപോലെ നല്ല സാലറി കിട്ടുന്ന ഒരു ജോബും കൂടിയാണ്. സോ പിന്നെ കുറെ എക്സ്പീരിയൻസ് ചെയ്ത്, അതായത് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ജോബ്. സോ ഞാനത് ചൂസ് ചെയ്തു. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയുടെ പേര് ബ്ലീക്കോ ഇൻഡസ്ട്രീസ്. എവിടെയാണ് വരുന്നത്? അതാ കമ്പനി. എറണാകുളം പാലാരിവട്ടം എന്ന് പറയും സ്ഥലം. അപ്പൊ അത് ഡയറക്റ്റ് ഓഫീസാണോ അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം ആണോ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്? അല്ല, ഞാനിപ്പോ ഡയറക്റ്റ് ഓഫീസിലാണുള്ളത്. അവോധയിൽ 2700 ലോജിസ്റ്റിക്സ് ഒരു കോഴ്സും അതിനൊപ്പം തന്നെ പ്ലേസ്മെന്റും അല്ലെങ്കിൽ ഇന്റേൺഷിപ്പും കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോ ഇതാണ് ഫസ്റ്റ് ശരിയായിട്ട് തോന്നുന്നത്. അത് ആദ്യം വിചാരിച്ചു 2800 പറയുമ്പോൾ കുറച്ച് വളരെ കുറഞ്ഞൊരു ഫീസാണ്. സോ ആ ഒരു തുകയ്ക്ക് നമ്മൾ ലോജിസ്റ്റിക്സ് പോലെ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെ അന്വേഷിച്ചു ഇത് ശരിയുള്ളത് തന്നെ ആണോ എന്ന്. പക്ഷെ അത് ഓക്കെയാണ്, അത് നമ്മൾ അത്രേ അടയ്ക്കേണ്ടതുള്ളൂ. അത് അബോധയിൽ എമൗണ്ടിൽ ഓക്കെയാണ് കോഴ്സ്. സോ ഞാനത് ചൂസ് ചെയ്ത് 3 മാസം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ഇന്റേൺഷിപ്പ് കിട്ടി. അപ്പോ ഈ ഒരു അവോധയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്ക് ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു 5th or 6th സെം പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങളെ കോളേജിൽ ഇങ്ങനെ വന്നതാണ്. അവോധയുള്ള ടീം ഇങ്ങനെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് വന്നപ്പോ ഞാൻ അങ്ങനെ ഉള്ളത്. അതെ. പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നു, അതുകൊണ്ട് പഠിക്കാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കാനായിട്ട് ലോജിസ്റ്റിക്സ് 2 ലാംഗ്വേജ് ഉണ്ടാവും. ഒന്ന് ഫുള്ളി ഇംഗ്ലീഷ് ആയിട്ടും പിന്നെ ഒന്ന് മലയാളത്തിലായിട്ടും നമുക്ക് ക്ലാസ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മലയാളമായിരുന്നു ചൂസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് നമുക്ക് മലയാളത്തിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റി. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഈ ഇന്റേൺഷിപ്പ് വാങ്ങി തരാൻ. ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയൊക്കെ ഓക്കെയാണ്, ഇവിടുത്തെ എംപ്ലോയീസ് ആയാലും ശരി, ഞങ്ങളെ ബോസ് ആയാലും ശരി, എല്ലാം ഓക്കെയാണ്. സോ ഞങ്ങളെ വർക്കിനനുസരിച്ച് ജോബിനെ കൺസിഡർ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ അതെ, ജാപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. രാത്രി 8 to 9 മണി വരെ ഞങ്ങളെ ലോജിസ്റ്റിക്സിന് ജാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരും വാക്കൻസീസ്, അത് ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ വാക്കൻസീസ് ഉണ്ട്, അവിടെ ബോയ്സ് ആണോ ഗേൾസ് ആണോ അല്ല 2 പേർക്കുള്ളതാണോ വാക്കൻസി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ ഇപ്പൊ CV ക്രിയേഷൻ ചെയ്യാനൊക്കെ ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് നമ്മള് എങ്ങനെയാണ് ഇമെയിൽ ചെയ്യേണ്ടതെന്നോ ബാക്കി ഡീറ്റെയിൽസ് എന്താണ്, അതിന്റെ സ്റ്റെപ്സുകൾ എന്താണെന്നൊക്കെ പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു. ഓക്കെയാണ് അതൊക്കെ. അപ്പോ ആ ക്ലാസ് നോക്കിയിട്ടായിരുന്നു നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ശ്രീരാഗ് പഠിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ഒരു കമ്പനിയിലേക്ക് ഇന്റേൺഷിപ്പ് ഇപ്പൊ ശ്രീരാഗിനോട് ഇപ്പൊ ശ്രീരാഗിന്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും അവോധയെ പറ്റിയിട്ട് എന്താണ് അവോധ ലോജിസ്റ്റിക്സ് കോഴ്സ് എങ്ങനെ എന്ത് ചെയ്യാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ശ്രീരാഗിന് പറയാനുള്ളത്? മറ്റേ നമ്മള് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ലോജിസ്റ്റിക്സ്. അപ്പോൾ അബോധ വഴി പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് എന്താ പറയാ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2700 രൂപ എന്നുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ഓക്കെ. അതല്ലാതെ എന്താ പറയാ, അവോധയിൽ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു ഫീച്ചർ പറയാം? വേറെ ഫീച്ചർ അബോധ ഇഷ്ടംപോലെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ ഉള്ളത്. അത് ഓൺലൈനായിട്ടാണ് ക്ലാസ് ഉള്ളത്. അത് റെക്കോർഡഡ് ക്ലാസ് ആണ്. സോ അത് നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി.
നമുക്ക് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ട്യൂട്ടേഴ്സ്. സോ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വഴി ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അവോധയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന പുതിയ ആളുകളാണെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? ശ്രീരാഗിന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, എന്താണ് അവരോട് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ഉണ്ടാകും അവോധയിൽ പഠിക്കുന്നതിന്റെ കാര്യത്തിൽ? അവോധയില് നമ്മള് ഇതിൽ ചേരുകയാണെങ്കിൽ തന്നെ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം കുറഞ്ഞ ഫീസാണ് ഉള്ളത്. മാത്രമല്ല പിന്നെ ക്ലാസ്സുകളൊക്കെ ഞാൻ പിന്നെ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഒന്നുകൂടി സിമ്പിൾ ആക്കി നമുക്ക് മനസ്സിലാക്കി തരും. അതാണ് മെയിൻ ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അട്രാക്ഷൻ. ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷിനേക്കാളും ഒന്നുകൂടി എനിക്ക് മലയാളമാണ് സ്യൂട്ടായിട്ട് തോന്നുന്നത്. ഇംഗ്ലീഷ് ഞാൻ ഒന്നുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. സോ നമുക്ക് മലയാളത്തിലും നമുക്ക് ക്ലാസ് ഹെൽപ്പ് ആവുന്ന രീതിയിൽ ആണ് അതിൽ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഹെൽപ്പായിട്ടുള്ളൊരു കാര്യമാണ് നീ എന്നെപ്പോലുള്ള ഒരു കുട്ടികൾക്ക് വരുമ്പോൾ. താങ്ക് യു ശ്രീരാഗ്, നമുക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന വളരെ താങ്ക് യു.